എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റൽ, അതുപോലെ പബ്ലിക് എക്സാമിനേഷൻ, അതായത് ആദ്യമായിട്ട് +1 +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള പരീക്ഷകൾ മാർച്ച് 3 അതുപോലെ തന്നെ മാർച്ച് 6 തീയതികളായിട്ട് ആരംഭിക്കും. +2 പരീക്ഷകൾ മാർച്ച് 3-ാം തീയതിയും +1 പരീക്ഷകൾ മാർച്ച് 6-ാം തീയതി മുതലാണ് ആരംഭിക്കുക. വിദ്യാർത്ഥികൾ സാധാരണ ഇപ്പോൾ +1 +2 ആദ്യമായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നാലും, അതുപോലെ +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നാലും, അതുപോലെ തന്നെ +1 +2 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളായിരുന്നാലും, അതുപോലെ സ്കോൾ കേരള പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിഭാഗങ്ങളായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായാലും ഒരുമിച്ചാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ മാത്രമാണ് മാറ്റം ഉണ്ടായിരിക്കുക. വിദ്യാർത്ഥികൾക്ക് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ എക്സാം സെൻറ്റർ ചേഞ്ച് വരുന്നതായിരിക്കും. അത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ കൃത്യമായിട്ട് ഏതാണ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ നമുക്ക് നോക്കാം. എപ്പോൾ ആണ് എക്സാമിനേഷൻ, ഏതൊക്കെ സമയത്താണ് എക്സാമിനേഷൻ എന്നുള്ള കാര്യം നോക്കാം. ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അതായത് രാവിലെയല്ല, ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാമിനേഷൻ. പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകൾ ആണെങ്കിൽ 1:30 മുതൽ 4:15 വരെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 1:30 മുതൽ 3:45 വരെയാണ് ഈ ഒരു ഇൻക്ലൂഡിങ് കൂൾ ഓഫ് ടൈം, അതായത് കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ഉൾപ്പെടെ 1:30 മുതൽ 3:45 വരെയാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ബയോളജി ആണെങ്കിൽ 2 മണി മുതൽ അതായത് ബയോളജി ആണെങ്കിൽ 2 മണി മുതൽ 4:25 വരെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ബോട്ടണിക്കും സുവോളജിക്ക് 10 മിനിറ്റും, അങ്ങനെ ടോട്ടൽ 25 മിനിറ്റാണ് ഈ ഒരു ബയോളജി പരീക്ഷയ്ക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അത് ബയോളജി സുവോളജി പരീക്ഷയ്ക്ക് ടോട്ടലായിട്ട് ഉണ്ടാവുക. അതുപോലെ മ്യൂസിക് ആണെങ്കിൽ 1:30 മുതൽ 3:15 വരെയാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുക. അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷകൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഏകദേശം നിങ്ങൾ 1 മണിക്കേക്ക് സ്കൂളുകളിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ വർഷത്തെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ജനുവരി 22-ാം തീയതിയാണ് നടക്കുന്നത്. അത് ജനുവരി 22-ാം തീയതി മുതലാണ് ഈ ഒരു എക്സാമിനേഷൻ ആരംഭിക്കുന്നത്, അതായത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആരംഭിക്കുന്നത്. ഇനി നമുക്ക് ടൈം ടേബിൾ നോക്കാം. വിദ്യാർത്ഥികൾക്ക് +2 പരീക്ഷ ആരംഭിക്കുന്നത് ഈ ഒരു മാർച്ച് 3-ാം തീയതി മുതലാണ്. മാർച്ച് 3-ാം തീയതി തിങ്കളാഴ്ച ഉള്ള പരീക്ഷ പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. അതുപോലെ മാർച്ച് 5-ാം തീയതി ബുധനാഴ്ച ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയാണ്. അതുപോലെ തന്നെ മാർച്ച് 7-ാം തീയതി വെള്ളിയാഴ്ച ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത് സാഹിത്യ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയും. മാർച്ച് 10-ാം തീയതി തിങ്കളാഴ്ച കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അതുപോലെ തന്നെ മാർച്ച് 17-ാം തീയതി മൺഡേ, അതായത് മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ചയാണ്. അതായത് ആദ്യത്തെ മാർച്ച് 10-ന് ശേഷം പിന്നീട് അടുത്ത തിങ്കളാഴ്ചയാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ അന്ന് മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ സംസ്കൃത് ശാസ്ത്ര, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. അതുപോലെ തന്നെ മാർച്ച് 19-ാം തീയതി ബുധനാഴ്ച പാർട്ട് 2 ലാംഗ്വേജസ്, അതായത് ഇംഗ്ലീഷല്ല, ഹിന്ദി, അതുപോലെ തന്നെ മലയാളം ഇവയൊക്കെയാണ് പാർട്ട് 2-ൽ, അത് സെക്കൻഡ് ലാംഗ്വേജസിൽ വരുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയാണ്. അതുപോലെ തന്നെ മാർച്ച് 21-ാം തീയതി വെള്ളിയാഴ്ചയുള്ള എക്സാമിനേഷൻ എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റം എന്നിവയാണ്. അതുപോലെ തന്നെ മാർച്ച് 24-ാം തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ജിയോഗ്രഫി, അതുപോലെ മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയും. അതുപോലെ മാർച്ച് 26-ാം തീയതി ബുധനാഴ്ച ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, അതുപോലെ ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയുമാണ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ പബ്ലിക് എക്സാമിനേഷൻ എന്നിവയുടെ ടൈം ടേബിൾ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 6-ാം തീയതിയാണ് ഈ ഒരു +1 പരീക്ഷ ആരംഭിക്കുന്നത്. വ്യാഴാഴ്ചയാണ് എക്സാമിനേഷൻ ആരംഭിക്കുക. അന്ന് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അതായത് പാർട്ട് 2 ലാംഗ്വേജസ് ആണ് ആദ്യത്തെ ദിവസം. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ളവർക്ക് ആ ഒരു സബ്ജക്റ്റാണ് പരീക്ഷ ഉണ്ടാവുക. അതുപോലെ തന്നെ മാർച്ച് 11-ാം തീയതി ചൊവ്വാഴ്ചയുള്ള എക്സാമിനേഷൻ ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. അതുപോലെ മാർച്ച് 15-ാം തീയതി ശനിയാഴ്ച കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയും. മാർച്ച് 18-ാം തീയതി ചൊവ്വാഴ്ച ജിയോഗ്രഫി, അതുപോലെ മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അതുപോലെ അക്കൗണ്ടൻസി എന്നിവയും. മാർച്ച് 20-ാം തീയതി
വ്യാഴാഴ്ചയുള്ള എക്സാമിനേഷൻ ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സാൻസ്ക്രിറ്റ്, സാഹിത്യ, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്. 22-ാം തീയതി പിന്നീട് ശനിയാഴ്ചയാണ് എക്സാമിനേഷൻ വരുന്നത്. 20-ന് ശേഷം 22-ാം തീയതിയാണ് എക്സാമിനേഷൻ. ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയും. 25-ാം തീയതി അതായത് 25-ാം തീയതി ചൊവ്വാഴ്ചയാണ് വരുന്നത്. മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ സാൻസ്ക്രിറ്റ്, ശാസ്ത്ര, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. 27-ാം തീയതി വ്യാഴാഴ്ചയുള്ള എക്സാമിനേഷൻ എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റം എന്നിവയാണ്. 29-ാം തീയതി ശനിയാഴ്ച പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ പരീക്ഷകളും ഉച്ചയ്ക്ക് ശേഷം 1:30 മുതലാണ് ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികൾ 1 മണിക്കേക്ക് സ്കൂളിൽ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് എക്സാമിനേഷൻ്റെ ഏകദേശം ഒരാഴ്ച മുമ്പ് തന്നെ സ്കൂളിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടൈം ടേബിളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ അറിയിക്കുന്നതാണ്. സാധാരണഗതിയിൽ എന്തെങ്കിലും ഡേറ്റോ ഇല്ലെങ്കിൽ ടൈമോ മാറ്റം ഉണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അറിയിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷകൾക്കായിട്ട് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതായിരിക്കും. കാരണം ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറഞ്ഞ മാർക്ക് ആ ഒരു സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് ആ ഒരു രീതിയിൽ ആ ഒരു സമയത്ത് നിങ്ങൾ വിചാരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷനായിട്ട് അതായത് ഇനി നിങ്ങൾക്ക് ഏകദേശം ഒരു 3 മാസത്തോളം എക്സാമിനേഷനായിട്ട് സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പിന്നീട് ആ ഒരു സമയം പഠിച്ചാൽ മതിയായിരുന്നെന്ന് ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂടുതൽ മാർക്ക് അതായത് ഡബിൾ പാസ് മാർക്ക് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 60 മാർക്കിൻ്റെ വിഷയത്തിൽ ഏകദേശം നിങ്ങൾ ഒരു 40 മാർക്കോളം സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷം ജയിക്കാൻ 24 മാർക്കാണ് വേണ്ടത്. എന്നാൽ നിങ്ങൾ അതിൽ ഏകദേശം ഒരു 50 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.